ഓക്കെ. അപ്പോൾ അതേ പച്ചക്കറിക്ക് ഡപ്പിയിൽ കിടന്നിട്ടുള്ള ഒരു പഴയ ഒരു ക്യാരറ്റ് എടുത്ത് തന്നിട്ട്, അത്ര പഴയതല്ല, 2 ദിവസം മുന്നേ വാങ്ങിച്ചത്, വാടിപ്പോയിട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഇത് ഒരിക്കലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഓർത്തിട്ട് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ആ ഒരു ക്യാരറ്റ് ഞാനൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ചെറുതായിട്ട്. പിന്നെ 1 ഗ്ലാസ് പാല്, 2 സ്പൂൺ പഞ്ചസാര, പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ പാലിൽ കുറച്ച് പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ക്യാരറ്റ് കുറച്ച് ലേശം ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒന്ന് കുറച്ചൊരു 2 മിനിറ്റ് ഇരുന്നാൽ മതി. ഇങ്ങനെ ചോപ്പ് ചെയ്ത കാരണം പെട്ടെന്ന് ക്യാരറ്റ് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നേരെ നമുക്ക് പഞ്ചസാര ഇടണം കേട്ടോ. ഇതൊന്ന് ലേശം ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് പഞ്ചസാര ഇടണം കേട്ടോ. അതിലേക്ക് പഞ്ചസാര. അപ്പോൾ അതേ സംഭവമൊക്കെ നന്നായി തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ക്യാരറ്റിന് ശരിക്കും ഒരു ഓറഞ്ച് നിറമല്ലേ. ഇതിപ്പോൾ തിളച്ച് അതായത് വേവ് എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറിലേക്ക് കുറച്ചൊന്ന് ഇത് മാറും കേട്ടോ. അതാണ് ഇതിൻ്റെ വേവുന്ന ഒരു എന്താ നമുക്കിത് വെന്തൂന്ന് മനസ്സിലാവുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ, കുറച്ച് മഞ്ഞ നിറമായിട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ. പഞ്ചസാര 2 സ്പൂണ് കുറച്ച് ഇടുന്നുള്ള പഞ്ചസാര അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടും പിന്നെ മറ്റേ വേറെ നമ്മുടെ വെള്ളത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പഞ്ചസാര ഇടുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര 2 സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. പഞ്ചസാരയ്ക്ക് ഒന്ന് അലിയട്ടെ കേട്ടോ. അതേ ഉണ്ടാക്കി വരുന്നത്. പിന്നെ അതേ ഒരു കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള നല്ല തിരക്ക് വിളിയാണ് ചെക്കൻ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിങ്ങനെ കുറുകുക, നല്ല പോലെ കുറുകി വറ്റുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു നമ്മുടെ ഒരു ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് ഈ വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായി. ഉണ്ടാക്കുന്നുണ്ട് സമയമെടുക്കും. അവൻ്റെ വിചാരം ക്യാരറ്റ് തന്ന അപ്പം തന്നെ ക്യാരറ്റ് ഹൽവയായിരുന്നു. അപ്പോൾ അതേ നല്ല പോലെ പാലൊക്കെ വറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം. വേണമെങ്കിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഇടാം. നമ്മുടെ വീട്ടിലിപ്പോൾ അതൊന്നും ഇല്ല, ക്യാരറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് ഉള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. ഇതിൽ നട്ട്സും മുന്തിരിയും ഒക്കെ ഇടാം നമുക്ക് വറുത്തിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഏറ്റവും രസം നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ്, പിന്നെ തണുപ്പിച്ച് കഴിക്കാനാണ് രസം. അവനിപ്പോൾ വാശി പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം കുട്ടിക്കുറുമ്പനോട്. അപ്പോൾ അതേ നമുക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ. ഇത്രയുള്ള ആ ഒരു ക്യാരറ്റ്. നീല കൊണ്ടുവന്നടാ. പിന്നെ ചൂടുണ്ടേ, ഊതി കഴിക്കണേ. മണമൊക്കെ ഉണ്ടോ? നല്ല മണ അല്ലേ? പോടാ കൊള്ളാം. ഊതേ കഴിച്ചേക്ക്. എങ്ങനെയിട്ട് പറയണേ? സൂപ്പറാണോ, നല്ലതാണോ, പൊട്ടയാണോ, നല്ലതാണോ പറയണേ കഴിച്ചിട്ട്. എങ്ങനെയാ? സൂപ്പറാ? അപ്പോൾ അതെ നമ്മുടെ ക്യാരറ്റ് ഹൽവ ചെക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളോട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ പറ. ബൈ ബൈ പറ. അമ്മ അവിടെ ഇരിക്കാം. ബൈ ബൈ.